ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ വലിയ ചെമ്മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനളവിൽ ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ചതച്ചെടുക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏലക്ക, ഗ്രാമ്പു, തക്കോലം, അതുപോലെ 1 ഇഞ്ച് നീളമുള്ള കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പൈസസ് ആണ് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ടേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ കിസ്മിസ് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ഏലക്ക, 3 ഗ്രാമ്പു, തക്കോലം, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ തക്കാളി ഒന്ന് വാടി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ തക്കാളിയിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു പകുതി എടുത്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ഇതിലേക്ക്
1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതേ സമയം നമുക്ക് ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ജീരകശാല അഥവാ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതില്ല എന്നുണ്ടെങ്കിൽ ബസ്മതി റൈസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ബിരിയാണിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ജീരകശാല എടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ഏലക്ക, അതുപോലെ ഒരു 6 ഗ്രാമ്പു, 2 തക്കോലം, അതുപോലെ 1 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 സെക്കൻഡ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ഇതിലേക്കൊരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തോതിലാണ് ഞാനിവിടെ 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്നും കുറച്ച് സവാള ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഏകദേശം ഒരു 90% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാല വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചെമ്മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളുടെ ചെമ്മീനിലൊന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ ഇടവിട്ട് ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പുതിന ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുതിന ഇലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എല്ലായിടത്തേക്കും ഈ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒനിയനിൽ നിന്നും പകുതി എടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടിയാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ബാക്കി വന്ന റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഇതുപോലെ കുറച്ചായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ വീണ്ടും ഇതിലേക്ക് മല്ലിയില കൂടി നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ ഒരു ലെയർ കൂടി ചെയ്തെടുക്കാം. അതിന് മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ വീണ്ടും അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ദം ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെമ്മീൻ ബിരിയാണി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.